ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. അവിടുത്തെ മക്കൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയെ വിളിച്ചാരാധിക്കുന്നു. അങ്ങയെ മക്കളുടെ പ്രാർത്ഥനകൾ, ആരാധനകൾ അങ്ങ് സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് പരിശുദ്ധമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള ആരാധനാ യജ്ഞത്തിൻ്റെ 8ാം ദിവസത്തിലേക്ക് അമ്മയോടൊപ്പം കർത്താവിനെ ആരാധിക്കാൻ നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവൻ, വിശ്വാസ സമൂഹം മുഴുവൻ ഏറെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു സുദിനമാണ് പരിശുദ്ധ അമ്മയുടെ ജനനം. ഇത് ലോകത്തിന് മുഴുവൻ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ, സമാധാനം പകർന്നു നൽകിയ ഏറ്റവും പുണ്യപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7 ദിവസം അഭിവന്ദ്യ കർദിനാൾ പിതാവിൻ്റെ ആഹ്വാനമനുസരിച്ച് നമ്മൾ പരിശുദ്ധമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി സവിശേഷമായ വിധത്തിൽ ഒരുങ്ങിയത്. 1-ാം തീയതി മുതൽ ഇന്നലെ 7-ാം തീയതി വരെ നോയമ്പാചരിച്ചും പ്രത്യേകിച്ചും മാംസങ്ങൾ വർജിച്ചും പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുങ്ങിയായിരുന്നു. അതിനോട് ചേർന്നാണ് നമ്മൾ ഓരോരുത്തരും സാധിക്കാവുന്ന വിധത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനകളിലൂടെ ആരാധിച്ചും ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിലായിരുന്നുകൊണ്ടും ജപമാല ചൊല്ലിയും നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി. തുടർന്ന് കൊറോണ വൈറസ് എന്ന മഹാമാരിയിൽ നിന്നും വിടുതൽ ലഭിക്കാനായിട്ട് ആരാധന യജ്ഞത്തിലൂടെ പ്രത്യേകമായി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചു. 4-ാം തീയതി വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ഉപവാസമനുഷ്ഠിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചു. രൂപതാ വൈദികരും മെത്രാന്മാരും സന്യാസ സഭാ വൈദികരും ഒന്നടങ്കം ഈ പ്രത്യേക നിയോഗത്തോടെ വിശുദ്ധ ബലിയർപ്പിച്ചു. തുടർന്ന് വിശ്വാസ സമൂഹം സാധിക്കാവുന്ന വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചു. ഇങ്ങനെ നമ്മളെ തന്നെ ആത്മീയമായും ഭൗതികമായും ഒരുക്കി ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഒരുങ്ങുകയായിരുന്നു. ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ സുദിനം, ആനന്ദത്തിൻ്റെ സുദിനം, ആഘോഷത്തിൻ്റെ, ആത്മീയമായ ആഘോഷത്തിൻ്റെ ഒരു സുദിനമാണ്. കാരണം ഇതാ, ദൈവപുത്രന് ജന്മം നൽകാനുള്ള വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ച സുദിനം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യമായ ഈ അന്തരീക്ഷത്തിൽ തിരുവോസ്തിയിലെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കൈകൾ തുറന്ന് യാചനാരൂപത്തിൽ പഠിക്കുക. സന്തോഷത്തോടെ, ആനന്ദത്തോടെ എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്കും കർത്താവിനെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചാരാധിക്കുക മക്കളെ, സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഒരുമിച്ച് ചേർന്ന് വിളിച്ച് സ്തുതിച്ചാരാധിക്കട്ടെ. ോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. വിളിച്ചാരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വചനത്തിൽ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യും: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ നിത്യമായ ശത്രുത ഉളവാക്കും.
കർത്താവ് യേശു മിശിഹ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അരുളി ചെയ്ത വാക്കുകൾ നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്. യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട് ഇതാ നിന്റെ മകനെന്നും ഇതാ നിന്റെ അമ്മയെന്നും പരസ്പരം ചൂണ്ടിക്കൊണ്ട് ഈശോ പറഞ്ഞു. സ്ത്രീയെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വചനത്തിൽ പിതാവായ ദൈവം അന്ന് പറഞ്ഞ ആ സ്ത്രീ ഇതാ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ ദൈവമാതാവ്. ആ സ്ത്രീയാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൽ നിൽക്കുന്നത്. ആ സ്ത്രീയെ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് യേശു മിശിഹ പറഞ്ഞത്, സ്ത്രീയെ എനിക്കും നിനക്കും എന്തേ എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ മാതാവിനെ, ആ അമ്മയെ മഹത്വപ്പെടുത്താൻ എന്തിനാ പ്രിയപ്പെട്ടവരെ ആരെങ്കിലുമൊക്കെ മടി കാണിക്കുന്നത്? പിതാവായ ദൈവം മഹത്വപ്പെടുത്തിയ പ്രത്യേകമായി തെരഞ്ഞെടുത്ത വ്യക്തിയല്ലേ പരിശുദ്ധ ദൈവമാതാവ്? സർവഗണം മാലാഖവൃന്ദങ്ങളും ഒന്നടങ്കം കുമ്പിട്ട് മഹത്വപ്പെടുത്തിയ വ്യക്തിയല്ലേ പരിശുദ്ധ ദൈവമാതാവ്? തൻ്റെ പുത്രന് ജന്മം കൊടുക്കാനായിട്ട് തെരഞ്ഞെടുത്ത വ്യക്തിയല്ലേ പരിശുദ്ധ ദൈവമാതാവ്? ആ അമ്മയെ ആദരിക്കാനും ആ അമ്മയെ മഹത്വപ്പെടുത്താനും ആ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം. അമ്മയുടെ മക്കളാണ് എന്നതിൽ നമ്മൾ അത്യധികം ആഹ്ലാദിക്കണം. കരങ്ങൾ തുറന്നു പിടിക്കാം, നമുക്ക് കരങ്ങൾ തുറന്നു പിടിക്കാം. പരിശുദ്ധ അമ്മ അരുളി ചെയ്തതുപോലെ ശക്തന്മാരെ അവിടുന്ന് തട്ടി താഴെയിട്ടു, എളിയവരെ ഉയർത്തി. എളിയവരായ നമ്മൾ ഒന്ന് ചേർന്ന് അമ്മയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ഒന്ന് ചേർന്ന് ആരാധിക്കണം. പരിശുദ്ധ മാതാവിൻ്റെ ഈ ജനന തിരുനാൾ സുദിനത്തിൽ അമ്മയോടൊപ്പം ഒരുമിച്ച് ആരാധിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മനസ്സ് നിറയെ ആനന്ദത്തോടെ, ഹൃദയം നിറയെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ അമ്മയായിട്ട് പിതാവായ ദൈവം കൽപ്പിച്ചു തന്നു. പുത്രനായ ഈശോ നമുക്കായിട്ട് പ്രദാനം ചെയ്തു. നമുക്കും ആനന്ദിക്കാം, ആഹ്ലാദിക്കാം, അവിടുത്തെ ദിവ്യമായ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ഒരുമിച്ച് ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. വിശുദ്ധ അഗസ്തീനോസ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ തോട്ടത്തിൽ പുഷ്പിച്ച ഏറ്റവും മനോഹരമായ പുഷ്പമാണ് പരിശുദ്ധ കന്യാമാതാവ്. ആ പുഷ്പത്തിൽ ഉരുവെടുത്ത ഏറ്റവും ഹൃദ്യമായ സുന്ദരമായ പുഷ്പമാണ് കർത്താവ് യേശു മിശിഹ. പൂന്തോട്ടത്തിൽ പുഷ്പിച്ച ഏറ്റവും നല്ല മനോഹരമായ പുഷ്പമാണ് പരിശുദ്ധ ദൈവമാതാവ്. ആ പുഷ്പത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും ഹൃദ്യമായ പുഷ്പമാണ് കർത്താവ് യേശു മിശിഹ. ലില്ലി പുഷ്പമാണ് കർത്താവ് യേശു മിശിഹ. വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറഞ്ഞ് അത് വിശ്വാസത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ നമ്മൾ ഓരോരുത്തരോടും പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം അരുളി ചെയ്യാനും പറയാനും കാരണം? വിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ ദൈവമാതാവ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകമായ വിധത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് പരിശുദ്ധ ദൈവമാതാവിന് ജന്മം നൽകിയ മാതാപിതാക്കൾ അന്ന ജോവാക്കിം ദമ്പതികളെയാണ്. അവർക്ക് പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞിട്ട് ഏറെ വർഷം മക്കളുണ്ടായിരുന്നില്ല. കുറേയേറെ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ദൈവത്തിൽ നിന്നും അരുളപ്പാടുണ്ടായി, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന അന്ന ജോവാക്കിം ദമ്പതികൾക്ക് ലഭിച്ച കുഞ്ഞാണ് പരിശുദ്ധ കന്യ മറിയം. ഈ മറിയത്തെ ഈ മാതാപിതാക്കൾ വിശുദ്ധിയിൽ വളർത്തി, പ്രാർത്ഥനയിൽ വളർത്തി, പുണ്യങ്ങളിൽ വളർത്തി, അനുസരണയിൽ വളർത്തി, എല്ലാ തരത്തിലുള്ള
പുണ്യങ്ങളുടെയും നിറകുടമായും വിളനിലമായും ഈ മാതാപിതാക്കൾ തങ്ങളുടെ മകളെ വളർത്തി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് നന്ദി പറയണം. നമ്മൾക്കൊക്കെ ജന്മം തന്ന് വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഐക്യത്തിലും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ ഓർത്ത് അവരോടൊത്തു ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കണം, കർത്താവിനെ നമുക്ക് സ്തുതിക്കണം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നില്ലേ, മറിയത്തിന്റെ ജനനത്തിൽ ഭൂമി മുഴുവൻ സന്തോഷിക്കുന്നു, ഭൂമി മുഴുവൻ സന്തോഷിക്കുന്നു. ഇതിലും കൂടുതൽ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാനില്ല. ഇരു കരങ്ങളും ഉയർത്താം, നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്കൊക്കെ വിശുദ്ധിയിൽ വളരാൻ, പ്രാർത്ഥനയിൽ വളരാൻ മൂല്യങ്ങൾ തന്ന് വിശ്വാസം തന്ന് വളർത്തിയ മാതാപിതാക്കളെ ഓർത്ത്, അന്നാ ജോവാക്കിമിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അമ്മയോടൊപ്പം ആനന്ദത്തോടെ ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പല തരത്തിൽ ഉപമിക്കുന്നു നമുക്കറിയാം, താരതമ്യം ചെയ്യുന്നു നമുക്കറിയാം. പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ്. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകവുമായിട്ട് പരിശുദ്ധ മാതാവിനെ എപ്പോഴും ഉപമിക്കാറുണ്ട്, കൂട്ടിച്ചേർക്കാറുണ്ട്. എന്തുകൊണ്ടാ? വാഗ്ദാന പേടകം ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ തരത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് വാഗ്ദാന പേടകം. 10 കൽപ്പനകളും അഹറോന്റെ പുഷ്പിക്കുന്ന വടിയും മന്നായും കാത്തു സൂക്ഷിച്ചിരുന്ന സ്ഥലം, അത് വാഗ്ദാന പേടകം, ദൈവം വസിച്ച സ്ഥലം. പുതിയ നിയമത്തിൽ പരിശുദ്ധ മാതാവ് വാഗ്ദാന പേടകമാണ്. എന്തേ കാരണം? പിതാവായ ദൈവം മനുഷ്യരൂപമെടുത്ത് പുത്രനായി ഈ ലോകത്തിൽ വന്നു വസിക്കാൻ തെരഞ്ഞെടുത്തത് ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മറിയത്തിൻ്റെ ഉദരമാണ്, മറിയത്തിൻ്റെ ജീവനാണ്, ജീവിതമാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ കന്യാമാതാവ്. എവിടെ ദൈവം ഇറങ്ങി വന്നു വസിക്കുന്നോ അവിടമൊക്കെ അവരൊക്കെ വാഗ്ദാന പേടകമാണ്. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ മറിയം. വീണ്ടും നമ്മൾ പഴയ നിയമത്തിൽ യാക്കോബിന്റെ ഗോവണി നമുക്കറിയാം. ദൈവദൂതന്മാർ ആ ഗോവണിയിലൂടെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. പുതിയ നിയമത്തിലെ യാക്കോബിന്റെ ഗോവണിയാണ് പരിശുദ്ധ കന്യാമാതാവ്. മറിയത്തിലൂടെ, പരിശുദ്ധ കന്യാമാതാവിലൂടെ സ്വർഗത്തിലേക്ക് കയറാനും പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങാനും ഓരോ മനുഷ്യ മക്കൾക്കും സാധിക്കുന്നു, ദൈവദൂതന്മാർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ കാണുന്ന യാക്കോബിന്റെ ഗോവണിയുമായി പരിശുദ്ധ ദൈവമാതാവിനെ താരതമ്യം ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ കർത്താവീശോ മിശിഹായ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നത് പരിശുദ്ധ ദൈവമാതാവാണെങ്കിൽ, ഈ ഭൂമിയിൽ വസിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ഗോവണിയാകുന്ന അമ്മയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതും പരിശുദ്ധ മാതാവാണ്. ആ അമ്മയെ മഹത്വപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും അത്യധികം ആനന്ദത്തോടെ കൈകൾ ഉയർത്തണം. ഇരു കരങ്ങളും ഉയർത്തുക, 2 കൈകളും ഉയർത്തിക്കൊണ്ട് ഒന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആനന്ദത്തോടെ അമ്മയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. സ്വർഗവും ഭൂമിയുമായി കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന, കൂട്ടി വിളക്കപ്പെട്ടിരിക്കുന്ന, കണ്ണിയായി തീരുന്ന പരിശുദ്ധമ്മയെ ആരാധിക്കാൻ, പരിശുദ്ധമ്മയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് വിളിച്ചാരാധിക്കട്ടെ.
ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. പോൾ ആറാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഡിവോഷൻ ടു ദ ബ്ലെസ്ഡ് മേരി എന്ന തൻ്റെ അപ്പസ്തോല ലേഖനത്തിൽ ഇപ്രകാരമാണ് കുറിച്ചു വച്ചിരിക്കുന്നത്: മറിയം ദൈവപുത്രൻ്റെ അമ്മയാണ്, പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളും പരിശുദ്ധാത്മാവിൻ്റെ വാസഗേഹവുമാണ്. പോൾ ആറാമൻ മാർപ്പാപ്പ എഴുതി വച്ചിരിക്കുകയാണ്, മറിയം ദൈവപുത്രൻ്റെ അമ്മയാണ്, പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളും പരിശുദ്ധാത്മാവിൻ്റെ വാസഗേഹവുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മറിയത്തിൻ്റെ ജനനത്തിനാൾ ആഘോഷിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് ആത്മവിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ആത്മാവിൽ അഭിമാനിച്ചുകൊണ്ട്, ആഹ്ലാദിച്ചുകൊണ്ട് പ്രത്യാശിക്കാവുന്ന ഒരു വലിയ സത്യമുണ്ട്. അതിപ്രകാരമാണ്: നമ്മുടെ ഹൃദയങ്ങളിലും ലോകം മുഴുവനിലും സമാധാനവും സന്തോഷവും 10 മടങ്ങായി വർദ്ധിക്കുന്ന നിമിഷമാണിത്. നമ്മുടെ ഹൃദയങ്ങളിലും ലോകം മുഴുവനിലും സമാധാനവും സന്തോഷവും 10 മടങ്ങായി വർദ്ധിക്കുന്ന നിമിഷമാണിത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കത്തോലിക്കാ സഭ മാതാവിനെ ആദരിക്കുന്നത്, മാതാവിനെ ബഹുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മയായി തീർന്ന ആ പരിശുദ്ധ മാതാവിനെ പിതാവായ ദൈവം ആദരിച്ചു, സ്വർഗനിവാസികൾ ആദരിച്ചു, മനുഷ്യവംശം മുഴുവൻ ആദരിച്ചു, സ്വർഗത്തിലെ മാലാഖമാർ ആദരിച്ചു, വരും തലമുറകൾ ആദരിക്കും. അങ്ങനെയെങ്കിൽ നമുക്കും കൈകൾ ഉയർത്തണം, ഇരു കരങ്ങൾ ഉയർത്താം. പോൾ ആറാമൻ മാർപ്പാപ്പയോട് ചേർന്നുകൊണ്ട്, എല്ലാ വൈദികരോട് ചേർന്നുകൊണ്ട്, വിശുദ്ധ ഗണങ്ങളോട് ചേർന്നുകൊണ്ട്, എല്ലാ അപ്പസ്തോല ഗണങ്ങളോട് ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധമ്മയെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ! വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിക്കാം, അമ്മയോട് ചേർന്ന് ആരാധിക്കാം, അമ്മയുടെ മാധ്യസ്ഥതയിൽ ആരാധിക്കാം. അമ്മയെ വിളിച്ച് കർത്താവിനെ ആരാധിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഗാഢമായി ധ്യാനിച്ച് ചിന്തിക്കണം. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പാപകരമായ, പാപപങ്കിലമായ ജീവിതം നയിക്കുന്ന വ്യക്തികൾ, അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ട ഒരു പുണ്യപ്പെട്ട സുദിനമാണ് ഇന്നത്തെ ദിവസം. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ, ഇന്ന് ഒത്തിരിയേറെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തികളെ നമ്മൾ കാണുന്നത് ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നില്ല, ചിന്തയുടെയും മനസ്സിൻ്റെയും സംസാരത്തിൻ്റെയും പ്രവൃത്തിയുടെയും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നില്ല. മ്ലേച്ഛമായ പാപം ചെയ്തും പാപത്തിൽ മുഴുകിയും ജീവിക്കുന്ന എന്തുമാത്രം യുവതി യുവാക്കളാണുള്ളത്, വ്യക്തികളാണുള്ളത്. എന്തേ അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ഇതാണ് പ്രിയപ്പെട്ടവരെ: ആഗ്രഹിക്കാത്ത സമയത്തും ആഗ്രഹിക്കാതെയും, ഞാൻ ആവർത്തിക്കുകയാണ്, ആഗ്രഹിക്കാത്ത സമയത്തും ആഗ്രഹിക്കാതെയും ഏതെങ്കിലും തരത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടും ദമ്പതികൾ, വ്യക്തികൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയാൽ, അങ്ങനെ ജന്മമെടുക്കുന്ന കുഞ്ഞുങ്ങൾ
പാപത്തിൽ മുഴുകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയാണ്. അവരൊക്കെ പാപത്തിലും പാപത്തിൻ്റെ മ്ലേച്ഛതയിലേക്കും അറിയാതെ തന്നെ ഒഴുകിപ്പോകും. കാരണം എന്താ? മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒരുങ്ങിയിട്ടില്ല. വിശുദ്ധിയിൽ വളരാനും വളർത്താനും തക്ക വിധത്തിൽ മാതാപിതാക്കൾ ഒരുങ്ങാതെ ഏതെങ്കിലുമൊക്കെ ലഹരികൾക്ക്, മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ട് തങ്ങൾ പോലും അറിയാത്ത വിധത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനായിട്ട് അവർ ഒരുങ്ങുമ്പോൾ, അവർ അതിന് ഉരുമ്പിടുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ ഓർക്കണം, അങ്ങനെ ജനിക്കുന്ന മക്കളിൽ ഭൂരിഭാഗവും പാപത്തിൻ്റെ അടിമകളായി തീരാൻ എളുപ്പമാണ്. എന്നാൽ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വകയുള്ളത് ഇതാണ്: വിശുദ്ധിയുടെ ഉറവിടമായ വിളനിലമായ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഇതിനൊക്കെ ഒരു ബ്രേക്ക് കിട്ടും. ഏത് തരത്തിലുള്ള ദുശ്ശീലത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് തരത്തിലുള്ള ദുഷ്ടഴക്കങ്ങൾ അടിപ്പെട്ട് ജീവിക്കുന്നവരാകട്ടെ, ഇനി എനിക്ക് രക്ഷയില്ല, ഇനി ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഈ പാപത്തിൽ വീണ് ഞാൻ ചത്തുപോകും, എൻ്റെ ജന്മം അവസാനിക്കും എന്ന് നിരാശപ്പെടരുത്. പ്രത്യാശയോടെ അമ്മയെ നോക്കുക. എന്നിട്ട് വിശുദ്ധിയുടെ വിളനിലമായ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, വിശ്വസിച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ, നമുക്കും രക്ഷയുണ്ട്. നമ്മളെയും അമ്മ ചെളിക്കുണ്ടിൽ നിന്നും കൈപിടിച്ച് പൊക്കിയെടുത്ത് കർത്താവിൻ്റെ തൊട്ടടുത്തിരുത്തും. കരമുയർത്തുക. അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മക്കളെ നമുക്കറിയാമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ, പാപം ചെയ്ത് ജീവിക്കുന്ന, പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഏതെങ്കിലുമൊക്കെ മക്കൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലോ ദേശത്തോ അയൽപക്കങ്ങളിലോ ഉണ്ടെങ്കിൽ 1-2 കൈകൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി ബ്ലൂ ഫിലിമുകൾ കണ്ടും പാപകരമായ കാഴ്ചകൾ കണ്ടും അതിൽ മുഴുകിയും മുങ്ങിയും ജീവിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ അറിയാമെങ്കിൽ അവർക്കൊക്കെ വേണ്ടി അമ്മയോട് ചേർന്ന് ആരാധിക്കണം. അതിശക്തമായി വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക മക്കളെ, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. പരിശുദ്ധ അമ്മ തിരുക്കുമാരനോട് അപേക്ഷിക്കും. പരിശുദ്ധ അമ്മ കൈപിടിച്ച് നമ്മളെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്നും ഉയർത്തിയെടുക്കും, പൊക്കിയെടുത്ത് കർത്താവിനോട് ചേർത്ത് നിർത്തും. ആ അമ്മയെ ആദരിക്കുകയും അമ്മയോടൊപ്പം അത്യധികം സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചുണരട്ടെ, വിളിച്ചാരാധിക്കട്ടെ, ഒരുമിച്ച് ചേർന്ന് ആരാധിക്കട്ടെ. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. വിളിച്ചാരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. പരിശുദ്ധ അമ്മ ദൈവപിതാവ് തനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇപ്രകാരമല്ലേ അരുളി ചെയ്തത്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങളിൽ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഇപ്രകാരം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഇപ്രകാരം പ്രാർത്ഥിക്കുക:
അമ്മേ ദൈവമാതാവേ, അമ്മേ ദൈവമാതാവേ, അമ്മേ ദൈവമാതാവേ, അമ്മേ ദൈവമാതാവേ, ഞാൻ അങ്ങയുടേതാണ്, ഞാൻ അമ്മയുടേതാണ്, പൂർണ്ണമായും അങ്ങയുടേതാണ്. പൂർണ്ണമായും അങ്ങയുടേതാണ്. അമ്മേ ദൈവമാതാവേ, അമ്മേ ദൈവമാതാവേ, ഞാൻ അങ്ങയുടേതാണ്, ഞാൻ അങ്ങയുടേതാണ്, പൂർണ്ണമായും അങ്ങയുടേതാണ്. പൂർണ്ണമായും അങ്ങയുടേതാണ്. അമ്മേ ദൈവമാതാവേ, അമ്മേ ദൈവമാതാവേ, ഞാൻ അങ്ങയുടേതാണ്, ഞാൻ അങ്ങയുടേതാണ്, പൂർണ്ണമായും അങ്ങയുടേതാണ്. പൂർണ്ണമായും അങ്ങയുടേതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മയോട് ചേർന്ന് കരമുയർത്താം, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അമ്മയോട് ചേർന്ന് കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അമ്മയുടെ ആനന്ദത്തിൽ നമുക്കും പങ്കുചേരാം. ഈ ലോകത്തിന് സമാധാനം നൽകാൻ, ഈ ലോകത്തിന് സന്തോഷം പകരാൻ, ഈ ഭൂമിയിൽ ജാതനായി തീർന്ന ഈശോയുടെ അമ്മയായ പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്കും കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. സന്തോഷത്തോടെ ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. വിളിച്ചാരാധിക്കാം. ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. ഒരുമിച്ച് ആനന്ദത്തോടെന്നും ആരാധിക്കാം, അമ്മയോടൊപ്പം ചേർന്ന് ആരാധിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്താം. ഹൃദയം നിറയെ സന്തോഷത്തോടെ, മനസ്സ് നിറയെ സമാധാനത്തോടെ പരിശുദ്ധമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. കൈകൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധമ്മയോട് ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്കും സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവേ മാതാവേ ദൈവമാതാവേ അഭയം നീ തുണയും നീ പാപികൾ ഞങ്ങൾക്കെന്നും മാതാവേ മാതാവേ ദൈവമാതാവേ അഭയം നീ തുണയും നീ പാപികൾ ഞങ്ങൾക്കെന്നും തവ പാദാന്തികേ വന്നിതാ
ഏറ്റവും സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ കഴിഞ്ഞ 8 ദിവസം സെപ്റ്റംബർ 1 മുതൽ ഈ നിമിഷം വരെ ദിവ്യകാരുണ്യ ആരാധന യജ്ഞത്തിൽ പങ്കുചേർന്ന് പരിശുദ്ധമ്മയോടൊപ്പം ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാൻ പങ്കെടുത്ത ഇവർക്കും എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും വിശ്വാസ സമൂഹത്തിനും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ വഴിയായി ഉണ്ടാകട്ടെ എന്ന് കൃത്യമായി ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു.